7 ജില്ലകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ഒപ്പം ചേരുന്നുണ്ട്. രേഷ്മ, അവിടെ എങ്ങനെ വോട്ടെടുപ്പ്? കൊച്ചി കോർപ്പറേഷനിൽ മാത്രം 39.8 പേരാണ് 8% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലയിൽ ആകെ പോളിംഗ് ശതമാനം, അതായത് എറണാകുളം ജില്ലയിൽ മൊത്തത്തിലുള്ള പോളിംഗ് ശതമാനം 50% പിന്നിട്ടിരിക്കുകയാണ്. അതായത് 26 ലക്ഷത്തോളം വോട്ടർമാരാണുള്ളത്. അതിൽ പകുതി പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഗരസഭകൾ കേന്ദ്രീകരിച്ചുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂത്താട്ടുകുളത്താണ്. കൂത്താട്ടുകുളത്തെ ഏകദേശം 60% പോളിംഗ് ആണ് ഈ 1 മണി സമയം വരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വടവുകോടാണ്. കോർപ്പറേഷനിലാണ് കുറഞ്ഞ രീതിയിലുള്ള പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഏറ്റവും കുറവ് പോളിംഗും കൊച്ചി കോർപ്പറേഷനിലായിരുന്നു, 62%. 2020 കാലഘട്ടത്തിൽ. ഇത്തവണയും ഉച്ച കഴിയുന്ന സമയത്ത് കൊച്ചി കോർപ്പറേഷനിൽ 40% മാത്രമേ വോട്ടർമാർ വോട്ടിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളൂ. എന്തായാലും ഒരു വൈകുന്നേരത്തോടു കൂടി കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് കടന്നെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നഗരവാസികൾ നന്ദി വോട്ടിംഗ് ബൂത്തുകളിലേക്ക് കടന്നു വരുന്നതിൽ കുറച്ച് വിമുഖത കാട്ടുന്നുണ്ട്. കഴിഞ്ഞ തവണയും 62% മാത്രമായിരുന്നു പോളിംഗ് ശതമാനം. അതുകൊണ്ട് തന്നെ എല്ലാ വോട്ടർമാരെയും ബൂത്തുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ശ്രമമാണ് 3 മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ നിലവിൽ ഉച്ച അടുക്കുന്ന ഒരു സമയത്ത് വലിയ നീണ്ട നിരയൊന്നുമില്ല. പോളിംഗ് സ്റ്റേഷനിൽ സമാധാനപരമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോരുത്തർക്കും വന്ന് നേരെ തിരിച്ചറിയൽ രേഖ കൊടുത്ത് വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. നീണ്ട ക്യൂ ഒന്നും ഒരു ബൂത്തിലും കാണാൻ സാധിക്കുന്നില്ല. രാവിലെ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല സ്ഥിതിഗതികൾ. പലയിടങ്ങളിലും കൂടുതൽ ക്യൂ, നീണ്ട നിരയൊക്കെ തന്നെ കാണാൻ സാധിക്കുമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇളമക്കരയിലെ പോളിംഗ് സ്റ്റേഷനിലാണ്. 26, 27 കൊച്ചി കോർപ്പറേഷൻ വാർഡുകളിലെ 5ഓളം ബൂത്തുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഭരണചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ്. എന്തായാലും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പകുതിയിലെ വോട്ടർമാരിൽ പകുതി പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. 13 ലക്ഷത്തിലധികം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കോർപ്പറേഷനിലാണ് നന്നേ കുറവ് പോളിംഗ് ശതമാനം ഉള്ളത്. 39% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ കൂത്താട്ടുകുളം ഭാഗത്തേക്ക്, മലയോര മേഖലയിലേക്ക് പോകുമ്പോൾ വൻ രീതിയിൽ പോളിംഗ് ഉണ്ട്. പക്ഷേ നഗര മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നന്നേ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എന്തായാലും ഒരു വെയില് ആറുന്നതോടുകൂടി, വൈകുന്നേരത്തോടുകൂടി നിലവിൽ വോട്ട് രേഖപ്പെടുത്താനായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വീണ്ടും പോളിംഗ് സ്റ്റേഷനിലേക്ക് കടന്നു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മുന്നണികൾക്കുള്ളത്. നഗരവാസികൾ വൈകുന്നേര സമയങ്ങളിലാണ് കൂടുതലായിട്ടും വോട്ടിങ്ങിനായിട്ട് വരുന്നത്. എന്തായാലും വൈകുന്നേരത്തോടുകൂടി സ്ഥിതിഗതികൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പോളിംഗ് അടക്കം മുന്നോട്ട് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഒരു ശാന്തമായ അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. എങ്ങും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.